ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊച്ചി സ്റ്റൈൽ ചക്കക്കുരുവും ചെമ്മീനും ചേർത്തുലർത്തിയതാണ്. ഞങ്ങൾ കൊച്ചിക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. എന്ത് പച്ചക്കറി വെച്ചാലും അതിലേക്ക് കുറച്ച് ചെമ്മീനും കൂടി ചേർത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന്റെ ആ ഒരു സ്വാദ് പറഞ്ഞറിയിക്കാനും വയ്യാത്തതുമാണ്. ഈ ഒരു ഉലർത്തുകറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം 1/2 കിലോ ചക്കക്കുരു കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കുന്നതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് 1 കപ്പ് വെള്ളവും എരിവിനാവശ്യമായ 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ചക്കക്കുരു കൂടി ചേർത്ത് ഒന്ന് മൂടി വെക്കാം. ചക്കക്കുരു ഒന്ന് തിളച്ചു തുടങ്ങിയാൽ പിന്നെ മൂടി തുറന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ചക്കക്കുരു നല്ല മയത്തിൽ വെന്ത് കിട്ടാനും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് വേവിച്ച ചെമ്മീനും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്നത് പച്ച ചെമ്മീനാണെങ്കിൽ ആദ്യമേ ചെമ്മീൻ ചേർത്തൊന്ന് തിളപ്പിച്ചതിന് ശേഷമായിരിക്കണം ചക്കക്കുരു ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ചക്കക്കുരു ഒന്ന് വെന്ത് വരാനായിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെമ്മീനും ചക്കക്കുരുവും നല്ലപോലെ തിളച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചതച്ചത് കൂടി ചേർക്കണം. വീണ്ടും ഒന്നുകൂടി ഇളക്കി ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും വറ്റിയും വന്നിട്ടുണ്ട്. തവി വെച്ചൊന്ന് ഉടച്ചു നോക്കിയാൽ ഉടഞ്ഞു വരുന്ന പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചക്കക്കുരു മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റിയതിന് ശേഷം മൺചട്ടി ഒന്നുകൂടെ കഴുകിയിട്ട് അതേ ചട്ടി തന്നെ വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് കൂടി ചേർത്ത് പൊട്ടിക്കാം. കടുകും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 10 അല്ലി കൊച്ചുള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. ഉള്ളി ഒന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. കറിവേപ്പിലയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള മുളകാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. മുളക് നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒന്നുകൂടി മൂടിയടച്ച് വെക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ചക്കക്കുരു ചെമ്മീൻ ഉലർത്തിവിടെ റെഡിയാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.